ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതും ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമായ 3 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് JSW എനർജി ലിമിറ്റഡ്. JSW എനർജി 709 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1.24 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60.58. ഡിവിഡൻഡ് ഈൽഡ് 0.28%. 52 വീക്ക് ഹൈ 752, 52 വീക്ക് ലോ 340. JSW എനർജിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് 8.3% നിന്നും 15.3% ഉയർത്തിയത്. അതായത് FIS 7% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഒരു ക്വാർട്ടർ കൊണ്ട് വർദ്ധിപ്പിച്ചത്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 73.6 നിന്നും 69.3 ഇടിഞ്ഞപ്പോൾ DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മാറ്റമില്ലാതെ തുടരുന്നു. പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.4 നിന്നും 5.9% ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസിൽ വളരെ വലിയ ഗ്രോത്ത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം ഓപ്പറേറ്റിംഗ് മാർജിൻ 42% നിന്നും 49% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇംപ്രൂവ് ആയതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 290 കോടിയിൽ നിന്നും 534 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 18%, കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ROE 9%. JSW എനർജിയെ സംബന്ധിച്ചിടത്തോളം 650 സ്ട്രോങ് സപ്പോർട്ടാണ്. 650 എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 709 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 750 എന്ന ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 750 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് തരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് NHPC ലിമിറ്റഡ്. NHPC ഇന്ന് 0.5% ഉയർന്ന് 96 രൂപ 46 പൈസയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. വാല്യൂഷൻ 26.81. ഡിവിഡൻഡ് ഈൽഡ് 1.97%. 52 വീക്ക് ഹൈ 118, 52 വീക്ക് ലോ 48 രൂപ 40 പൈസ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് NHPCയിൽ 6.8% നിന്നും 8.96% ഉയർന്നത്. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.3 നിന്നും 10.2 ഇടിഞ്ഞപ്പോൾ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 13.2 നിന്നും 12 ഇടിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അത്ര എടുത്ത് പറയത്തക്കതല്ല. അതോടൊപ്പം തന്നെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാലും അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. അതേസമയം റീസെൻ്റ്ലി സ്റ്റോക്കിൽ വന്ന കറക്ഷനും സ്റ്റോക്ക് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ NHPC എന്ന സ്റ്റോക്കിനെ അട്രാക്റ്റീവാക്കി മാറ്റുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 90 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 96 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് 100, 112 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് കാനറ ബാങ്ക് ലിമിറ്റഡ്. കാനറ ബാങ്ക് ഇന്ന് 0.6% ഉയർന്ന് 112 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 6.5. ഡിവിഡൻഡ് ഈൽഡ് 2.87%. 52 വീക്ക് ഹൈ 128, 52 വീക്ക് ലോ 63. കാനറ ബാങ്കിൻ്റെ ROE 17.9, ROCE 6.63%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസിൽ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് 3755 കോടിയിൽ നിന്നും 4098 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ ബാങ്കിന് ഉയർത്താനും സാധിച്ചു. കാനറ ബാങ്കിലുള്ള FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി ഉയർന്നു വരുന്നു. 10.5 നിന്നും 11.91 FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നത്. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.3 നിന്നും 11.9 ഇടിഞ്ഞു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 12% നിന്നും 13% ഇംപ്രൂവ് ആയി. NHPC പോലെ തന്നെ കാനറ ബാങ്കും അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 110, 100 രൂപ തുടങ്ങിയ 2 സ്ട്രോങ് സപ്പോർട്ടുകളാണ് കാനറ ബാങ്കിനുള്ളത്. ഇവിടെ നിന്നും സ്റ്റോക്ക് 118, 122, 125 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്